നമ്മളുടെ പെർസെപ്ഷൻ മാറണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ലേണിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏണിംഗ് എന്നാണ്, അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് എന്നാണ്. വിത്ത് ബെറ്റർ അവയർനെസ് യു വിൽ ഹാവ് ബെറ്റർ ചോയ്സസ്, വിത്ത് ബെറ്റർ ചോയ്സസ് യു വിൽ ഹാവ് ബെറ്റർ റിസൾട്ട്. ഇപ്പോൾ നമ്മളൊരു ഹിമാലയ പർവ്വതത്തിൻ്റെ തായ്വരയിൽ നിൽക്കുകയാണ്. നമുക്കതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ, ഒരു കാർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹിമാലയത്തിലേക്ക് കയറി പോകാൻ പറ്റും. നമുക്കറിയാം, ഇന്നത്തെ മലയാള പത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ മഹാഭൂരിപക്ഷം ന്യൂസും നെഗറ്റീവാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളുടെ തലച്ചോറിലേക്ക്, ബ്രെയിനിലേക്ക്, നമ്മളെ മൈൻഡിലേക്ക് കയറുന്നത് പലപ്പോഴും മലയാളിയുടെ മനസ്സിലേക്ക് കയറുന്നത് ഈ നെഗറ്റീവ് ന്യൂസാണ്. Green Lives Coaching and Training Solution. ലയൺസ് ടോപ്പിക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എങ്ങനെ നമ്മളുടെ മൈൻഡിനെ അലൈൻ ചെയ്യാം, എങ്ങനെ സക്സസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെയും കോൺഷ്യസ് മൈൻഡിനെയും എങ്ങനെ അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് സക്സസ് എന്താണ്, സക്സസിൻ്റെ 4 വീലുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മെയിൻലി കവർ ചെയ്യുന്നത്. സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സക്സസ് എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും സക്സസ്സിന് പല ഡെഫിനിഷൻസ് ആണുള്ളത്. സക്സസ്സിന് എന്തായാലും 3 സ്റ്റെപ്പുകളാണുള്ളത്. 3 സ്റ്റെപ്പ് സക്സസ് ഫോർമുലയാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ബെറ്റർ അവെയർനെസ് എന്നുള്ളതാണ്. നമ്മളുടെ പെർസെപ്ഷൻ, നമ്മളുടെ അവെയർനെസ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എങ്കിൽ, രണ്ടാമത്തെ സ്റ്റെപ്സ് നമ്മൾക്ക് ബെറ്റർ ചോയ്സസ് വരിക എന്നുള്ളതാണ്. ബെറ്റർ അവെയർനെസ്സിൽ നിന്നാണ് നമുക്ക് ബെറ്റർ ചോയ്സസ് വരിക, അല്ലെങ്കിൽ ബെറ്റർ ഡിസിഷൻസ് വരിക. ബെറ്റർ ചോയ്സിൽ നിന്നും ബെറ്റർ ഡിസിഷൻസിൽ നിന്നാണ് മൂന്നാമത്തെ സ്റ്റെപ്സ് വരിക, ദാറ്റ് ഈസ് ബെറ്റർ റിസൾട്ട്. അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി നമുക്ക് ബെറ്റർ അവെയർനെസ് ഉണ്ടാവുക, എങ്ങനെയാണ് നമ്മളുടെ പെർസെപ്ഷൻ മാറുക? നമ്മളുടെ പെർസെപ്ഷൻ മാറണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ലേണിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏണിംഗ് എന്നാണ്, അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് എന്നാണ്. നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ, നമ്മൾ ഇന്നോവേഷൻസ് കൊണ്ടുവരുമ്പോൾ, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, ലേണിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും വിത്താണ്. നമ്മൾ വിത്തിടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ നമ്മളുടെ പെർസെപ്ഷൻ മാറുമ്പോൾ നമ്മുടെ അവെയർനെസ് മെച്ചപ്പെടും. രണ്ടാമത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ചോയ്സസ് ആണ്. നമുക്ക് ബെറ്റർ അവെയർനെസ്സിൽ നിന്നാണ് നമുക്ക് ബെറ്റർ ചോയ്സസ് വരുന്നത്. ബെറ്റർ ചോയ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ലൈഫിലും ബിസിനസ്സിലും നമ്മളുടെ പേഴ്സണൽ ലൈഫിലെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഇംപ്ലിമെൻറ്റേഷൻ നടത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ ബെറ്റർ ചോയ്സസ് വരും, അല്ലെങ്കിൽ ബെറ്റർ ഡിസിഷൻസ് വരും. ബെറ്റർ ചോയ്സിൽ നിന്നും ബെറ്റർ ഡിസിഷൻസിൽ നിന്നുമാണ് നമുക്ക് ബെറ്റർ റിസൾട്ട് ഉണ്ടാവുക. ബെറ്റർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി നമ്മുടെ ഇൻകം വർദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസ്, ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ലെഗസി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും. ഇതാണ് ആക്ച്വലി സക്സസ്സിന് നമുക്ക് വളരെ സക്സസ്സിലേക്കുള്ള 3 സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. വിത്ത് ബെറ്റർ അവെയർനെസ് യു വിൽ ഹാവ് ബെറ്റർ ചോയ്സസ്, വിത്ത് ബെറ്റർ ചോയ്സസ് യു വിൽ ഹാവ് ബെറ്റർ റിസൾട്ട്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സക്സസിൻ്റെ 4 വീലുകളെ കുറിച്ചാണ്. സക്സസ്സിന് 4 ചക്രങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഒരു വണ്ടി, സക്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഹിമാലയ പർവ്വതത്തിൻ്റെ തായ്വരയിൽ നിൽക്കുകയാണ്. നമുക്കതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ, ഒരു കാർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹിമാലയത്തിലേക്ക് കയറി പോകാൻ പറ്റും. അതുപോലെ സക്സസ്സിലേക്കുള്ള ഒരു വാഹനമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആ സക്സസ്സിലേക്കുള്ള വാഹനത്തിൻ്റെ പേര് സക്സസ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ്, SUV വെഹിക്കിൾ എന്ന് പറയാം. അതിന് 4 ചക്രങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ വീലിൻ്റെ പേരാണ്, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് M. ഒന്നാമത്തെ വീലിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് M എന്നുള്ള വാക്കിലാണ്. M എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യുവർ മൈൻഡ് സെറ്റ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഒരുപാട് മൈൻഡ് സെറ്റിനെ കുറിച്ചും മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂളിനെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. എങ്ങനെ നമ്മുടെ മൈൻഡിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെയും കോൺഷ്യസ് മൈൻഡിനെയും അലൈൻ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ മുമ്പത്തെ എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സക്സസ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പിലുള്ള മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളത്? ഡു യു ഹാവ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഓർ ഡു യു ഹാവ് എ നെഗറ്റീവ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഡു യു ഹാവ് എ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഡു യു ഹാവ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്,
അങ്ങനെ പല ടൈപ്പ് മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ മൈൻഡ് സെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ 25% നമ്മളെ സക്സസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാമത്തെ വീലാണ് ആക്ച്വലി ദാറ്റ് ഈസ് യുവർ മൈൻഡ് സെറ്റ്. അപ്പോൾ മൈൻഡ് സെറ്റ്, നമ്മളെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോ മാർക്കറ്റിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും ഒരു മലയാളി തൻ്റെ ലൈഫ് തുടങ്ങുന്നത് ഒരു കപ്പ് ചായയും ഒരു ന്യൂസ് പേപ്പറുമായിട്ടാണ്. അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പലപ്പോഴും നമ്മൾ ന്യൂസ് കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഉറങ്ങാറുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം. ഇന്നത്തെ മലയാള പത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ മഹാഭൂരിപക്ഷം ന്യൂസും നെഗറ്റീവാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളുടെ തലച്ചോറിലേക്ക്, ബ്രെയിനിലേക്ക്, നമ്മളെ മൈൻഡിലേക്ക് കയറുന്നത് പലപ്പോഴും മലയാളിയുടെ മനസ്സിലേക്ക് കയറുന്നത് ഈ നെഗറ്റീവ് ന്യൂസാണ്. കറപ്ഷനും റേപ്പിങ്ങും അതല്ലെങ്കിൽ പൊളിറ്റിക്സും ഗോസിപ്പുകളൊക്കെയാണ് പലപ്പോഴും നമ്മൾ ന്യൂസ് പേപ്പറിലെ ഹെഡ്ലൈൻസ്. ഈ നെഗറ്റീവ് ന്യൂസ് കേട്ടിട്ടാണ് നമ്മൾ രാവിലെ നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് കൗണ്ടർ ഡിബേറ്റ്സുകളും അല്ലെങ്കിൽ സീരിയലുകളും അല്ലെങ്കിൽ കണ്ണീരും കിനാവും ഇങ്ങനത്തെ പ്രോഗ്രാംസുകൾ കേട്ടിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡിബേറ്റ്സുകൾ കേട്ടിട്ടാണ് നമ്മളെ മൈൻഡ് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടാണ് നമ്മൾ കടന്നുറങ്ങുന്നത്. അപ്പോൾ നമ്മളുടെ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മനുഷ്യൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരാളുടെ ജീവിതം അവസാനിക്കുന്നതും പലപ്പോഴും നെഗറ്റീവിലാണ് മലയാളികൾ അവസാനിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഡിസ്ട്രാക്ഷൻസും ഫ്രസ്ട്രേഷൻസും നമുക്ക് ടെൻഷൻസും എല്ലാം കൂടും. ഒത്തിരി ഈ ഡിബേറ്റുകൾ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ ഒത്തിരി ടെൻഷൻസ് എപ്പോഴും കൂടും. കാരണം അവരെപ്പോഴും വാദിക്കുകയാണ്, ഇങ്ങനെ നെഗറ്റീവാണ് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈ 90% അല്ലെങ്കിൽ ചുറ്റും നെഗറ്റീവുള്ള അവിടെ പോസിറ്റീവായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മൈൻഡിനെ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ TBTF എന്ന് പറയും, ടോട്ടൽ ടൈറ്റ് ബബിൾ ഓഫ് ടൈറ്റ് ഫോക്കസ്. നമ്മൾ ഒരു ബുള്ളറ്റ് നമ്മളെങ്ങനെയാണോ ഒരു ബുള്ളറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ VIP-കളായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ സാധാരണ ബുള്ളറ്റ് പ്രൂഫ് ധരിച്ചിട്ടാണ് അവർ പുറത്തേക്ക് പോകാറുള്ളത്. അതുപോലെ നമ്മൾ ലൈഫ് തുടങ്ങുമ്പോൾ നമ്മൾ TBTF അല്ലെങ്കിൽ ടൈറ്റ് ബബിൾ ഓഫ് ടോട്ടൽ ഫോക്കസ്, അതൊരു കോൺസെപ്റ്റാണ്. നമ്മളെ മൈൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബബിൾസ് ധരിക്കുന്നതാണ് ആക്ച്വലി ടൈറ്റ് ബബിൾ ഓഫ് ടോട്ടൽ ഫോക്കസ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുകയും ഗോൾ സെറ്റ് ചെയ്യുകയും മെഡിറ്റേഷനിലും പ്രയറിലും അഫർമേഷൻസിലൊക്കെയാണ് നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉടനീളം നമുക്ക് നിലനിർത്താൻ നമ്മളെ സഹായിക്കും. Green Lives Coaching and Training Solution.